ഹലോ പ്രിയമുള്ളവരെ, നയനം 51 ഭാഗത്തിലേക്ക് സ്വാഗതം. അർജുൻ ആ മെസ്സേജ് നോക്കാൻ വേണ്ടി മാത്രം ഫോൺ എടുക്കും. അത് കഴിഞ്ഞ് ഡാഷ്ബോർഡിലേക്ക് എറിയും. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നീരജയുടെ ആരോഗ്യനില വഷളായെന്നും അതിനാൽ അവരെ വീണ്ടും ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്തെന്ന് അറിയാൻ കഴിഞ്ഞു. ഞാനൊരു ഗതികെട്ട മകനാണെങ്കിൽ എൻ്റെ മമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ല. ഞാനതിൽ ദുഃഖിക്കുന്നുമില്ല. കാരണം അവർ എൻ്റെ ഏത് ആഗ്രഹമാണ് സാധിച്ചു തന്നിട്ടുള്ളത്? അവർ എനിക്ക് എന്തു ചെയ്തു തന്നതിനുള്ള പ്രത്യുപകാരമാണ് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത്. ഒരു ഭ്രാന്തനെ പോലെ പറഞ്ഞുകൊണ്ട് വളരെ വേഗതയിൽ കാറോടിക്കുന്ന അർജുനെ നയന ഭീതിയോടെ നോക്കി. അതിവേഗത്തിൽ പായുന്ന കാറിലിരുന്ന് കൊണ്ട് നയന നെഞ്ചിൽ കൈയിറുക്കി വെച്ചു. വലിഞ്ഞു മുറുകിയ മുഖഭാവത്തോടെ ഇരിക്കുന്നവനോട് വേഗത കുറക്കാൻ പറയാനുള്ള ധൈര്യവുമില്ല. നിസ്സഹായതയോടെ അവൾ അവനെ നോക്കി. എന്നാൽ ഒരു നോട്ടം പോലും അവൾക്ക് നേരെയില്ല. അവൾ അരികിലുള്ളത് അവൻ മറന്നുപോയെന്ന് തോന്നിപ്പോകും. ഇനി മമ്മക്ക് വല്ല അത്യാപത്ത് സംഭവിച്ചു കാണുമോ? കാരണം മെസ്സേജുകൾ വരുന്നത് എന്താണെന്ന് അവൾ കാണുന്നില്ല. ഇങ്ങനെയൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്നവനോട് എന്തു ചോദിക്കും, എങ്ങനെ ചോദിക്കും? ആ ചോദ്യം പോലും അബദ്ധമാണ്. കാറിൻ്റെ വേഗത പതുക്കെയായതും നയന അവൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുത്ത് മുൻപിലേക്ക് നോക്കി. റോഡിൽ നീണ്ടുകിടക്കുന്ന കാർ നിരകൾ ബ്ലോക്കാണ്. അർജുൻ ദേഷ്യത്തോടെ സ്റ്റിയറിങ്ങിൽ ആഞ്ഞിടിച്ചു. ഞെട്ടിപ്പോയെങ്കിലും അവൾ ആ മുഖത്തേക്ക് നോക്കാതെ കണ്ണടച്ചിരുന്നു. അർജുൻ മുടി വലിച്ചു വിട്ടും മുഖം അമർത്തി തുടച്ചും ഇടയ്ക്കിടെ കയ്യിലെ വാച്ചിലേക്ക് നോക്കിയും എന്തൊക്കെയോ ചേഷ്ടകൾ കാണിക്കുന്നുണ്ട്. ദീപക്, ഞാൻ കാർ എയർപോർട്ടിൽ പാർക്കിങ്ങിൽ ഇട്ടേക്കാം. നീ അവിടെ വന്ന് അത് എടുത്താൽ മതി. നിന്നെ നേരിൽ കണ്ട് ഏൽപ്പിക്കാൻ എനിക്ക് സമയമില്ല. ഒരു ബ്ലോക്കിൽ പെട്ടുപോയി. അർജുൻ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട്. കാർ ഇപ്പോൾ അല്പം നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അർജുൻ മാത്രമല്ല, നയനക്കും ആശ്വാസമായി. ശ്വാസതാളം സാധാരണഗതിയിലായി. നയന, അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. നഖം പല്ലുകൊണ്ട് ചുരണ്ടിയിരിക്കുന്നവൾ അവനെ നോക്കി. നിന്റെ പ്രൂഫ്സ് കയ്യിലെടുക്ക്. അർജുൻ പറഞ്ഞതും അവൾ ഹാൻഡ് ബാഗിൻ്റെ സിബ് തുറന്ന് പരതി. ബ്ലോക്കുള്ള റോഡ് കഴിഞ്ഞതും അർജുൻ മുൻപത്തെ പോലെ കാർ വേഗതയിൽ ഓടിച്ചെങ്കിലും 5 മിനിറ്റ് കൊണ്ട് എയർപോർട്ടിലെത്തിയിരുന്നു. അർജുൻ കീ കാറിൽ തന്നെ വെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നയന ഹാൻഡ് ബാഗ് തോളിലിട്ട് ചാടിയിറങ്ങി. സമയത്തിന് ഏറ്റവും വിലയുള്ള സമയം. ദീപക്, ഓക്കെ? അർജുൻ വിളിക്കുന്നത് കേട്ട് നയന പിന്തിരിഞ്ഞു നോക്കി. ദൂരെ നിന്നും ഓടി വരുന്ന ഒരു ചെറുപ്പക്കാരനോട് അർജുൻ കൈ ഉയർത്തി കാണിച്ച ശേഷം അർജുൻ അവൾക്ക് നേരെ തന്നെ നടന്നു വരികയാണ്. ആദ്യമായിട്ടുള്ള വിമാനയാത്രയാണ്. അതിൻ്റെ അസ്വസ്ഥതകളോ ആകാംക്ഷയോ അറിയാനോ പങ്കുവയ്ക്കാനോ കഴിയാത്തൊരു സന്ദർഭം. മുൻപിൽ നടക്കുന്നവൻ്റെ നടത്തത്തിനുമുണ്ട് വേഗത. ആ വലിയ എയർപോർട്ടിനകത്ത് എങ്ങോട്ട് നടന്നു നീങ്ങുമെന്ന വഴിയറിയാതെ അവൾ അർജുൻ്റെ കൈകളിൽ ഓടിപ്പോയി പിടിച്ചു. അർജുൻ തന്നെ ചേർത്ത് പിടിച്ചു ആ കൈകളിലേക്ക് നോക്കി. പിന്നെ മനസ്സിൽ തെളിഞ്ഞ വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നടന്നു. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് അവർ ബാംഗ്ലൂരിലെത്തി. അവിടെ അവൻ പാർക്ക് ചെയ്തു വെച്ച അവൻ്റെ കാർ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിന് മുമ്പിൽ ഇറങ്ങുമ്പോൾ നയന ചുറ്റും നോക്കുന്നുണ്ട്. അവൾക്ക് ആ ഹോസ്പിറ്റൽ വേഗം പിടികിട്ടി. അന്ന് അവളെ ആക്സിഡൻറ്റ് പറ്റിക്കൊണ്ടു വന്നത് ഇങ്ങോട്ടാണ്. ഹോസ്പിറ്റലിൽ കോറിഡോറിലൂടെ മുന്നോട്ട് വേഗം നടക്കുന്നവൻ്റെ കൈ പിടിച്ച് നടക്കുന്നവളുടെ മനസ്സിൽ മമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ മാറി അന്നത്തെ ആ ദിവസങ്ങളെക്കുറിച്ചായി. അപകടത്തിന് ശേഷം സംഭവിച്ചതൊക്കെയും അബോധാവസ്ഥയിലും അവൾ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവൾ അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചോര വാർന്നു തുടങ്ങിയ തൻ്റെ ദേഹത്തെ എടുത്തുയർത്തി പാഞ്ഞൊരുവൻ, അന്ന് വെറുപ്പ് കാണിച്ചവൻ, അവൾ വെറുപ്പോടെ നോക്കിയവൻ. ICUവിൻ്റെ മുൻപിൽ കുറച്ച് പേര് നിൽപ്പുണ്ട്. ആരെയും അവൾക്കറിയില്ല. അർജുൻ, നിത അവൻ്റെ പേര് വിളിച്ചതും ഓടിച്ചെന്ന് അർജുൻ അവരുടെ കൈകളിൽ പിടുത്തമിട്ടു. നിങ്ങളെത്തും വരെ എൻ്റെ നെഞ്ചിൽ തീയായിരുന്നു. അവസാനമായി അവൾ പറഞ്ഞ ആഗ്രഹം സാധിച്ചു കൊടുക്കാതിരുന്നാൽ? ആ കൈകളിൽ നിന്ന് പിടിവിടാതെ നിത പരിഭ്രമത്തോടെ കുറച്ചകലെ നിൽക്കുന്ന നയനയെ നോക്കി.
നയന നിറഞ്ഞ മിഴികളോടെ അവരെ നോക്കി. അങ്ങേയറ്റം നിഷ്കളങ്കതയും ഓമനത്വവുമുള്ള ഒരു സ്ത്രീ. നിലാവ് പോലെയുള്ള തെളിഞ്ഞ വട്ടമുഖമാണ് അവരുടേത്. ഇളം പിങ്ക് നിറത്തിലുള്ള കുഞ്ഞു ചുണ്ടുകളും തിളക്കമുള്ള ചെറിയ കണ്ണുകളും ആ മുഖത്തിനൊരു കുട്ടിത്തം നൽകുന്നു. ഐവറി നിറത്തിലുള്ള ടോപ്പും പാൻറ്റുമാണ് അവരുടെ വേഷം. അവരൊരു വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അവരുടെ ശോഷിച്ച കാലുകളിൽ ചെറിയ ഷൂസുകൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഉരുകുന്ന ആത്മസംഘർഷത്തിലും നയനയോട് അവർ പുഞ്ചിരിച്ചു. ആദ്യ കാഴ്ചയിൽ തന്നെ അവൾക്കൊരുപാട് പ്രത്യേകതകളുണ്ടെന്ന് നിതക്ക് തോന്നി. പരുങ്ങി നിന്നുകൊണ്ട് അവൾ അർജുൻ്റെ അരികിലേക്ക് വരുന്നത് അവർ നോക്കിക്കൊണ്ടേയിരുന്നു. ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കിയ മോഹൻ കണ്ടത് നിതയുടെ അരികിൽ നിൽക്കുന്ന ഒരു കൊച്ചു സുന്ദരി പെണ്ണിനെയാണ്. അയാൾ അവരുടെ അടുത്ത് നിൽക്കുന്ന അർജുനെയും ഒന്ന് നോക്കി. നയന, ഇതാണ് എൻ്റെ നിധാമ്മ. അവൻ്റെ പ്രിയപ്പെട്ടവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുയോജ്യമായ ഒരിടമായിരുന്നില്ല അത്. എന്നിട്ടും അർജുൻ നയനയെ നിതക്ക് പരിചയപ്പെടുത്താൻ തീരുമാനിച്ചു. ഈ ദിവസങ്ങളെക്കുറിച്ച് അവൻ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയിരുന്നു. മമ്മയെ കണ്ടു ആ മക്കളെ. ഡോക്ടർ ഐസിയുവിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്നത് നോക്കിക്കൊണ്ട് നിത അവരോട് രണ്ടുപേരോടായിട്ട് പറഞ്ഞു. അർജുൻ കം. അർജുൻ മുന്നോട്ട് വരുന്നത് കണ്ട് ഡോക്ടർ ഐസിയുവിൻ്റെ അകത്തേക്ക് വീണ്ടും പ്രവേശിച്ചു. അവൻ്റെ കൈക്കുള്ളിലിരിക്കുന്ന അവളുടെ കൈകൾ വിറക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അതിനേക്കാൾ വേഗതയിൽ അവളുടെ ഹൃദയവും ഇടിച്ചു. ഇത്രയും ഹൃദയഭേദകമായ ദുരവസ്ഥ അവൾ ജീവിതത്തിൽ അഭിമുഖീകരിച്ചിട്ടുണ്ടാവുമോ? അവരാ ഡോർ തുറന്ന് അകത്തേക്ക് പോയതും നിത മുഖം പൊത്തി കരഞ്ഞു. ICU എന്ന ലോകം കണ്ട് നയന അമ്പരന്നു. മെഷീനുകളുടെ ബീപ്പ് ശബ്ദം അവളുടെ ദേഹം തളർത്തി. കണ്ണു തുറന്ന് കിടന്നു ആയാസപ്പെട്ട് ശ്വാസം വലിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക് അർജുൻ അവളെ ചേർത്തു നിർത്തി. നെഞ്ച് വരെ പുതപ്പിട്ടിട്ടുണ്ട്. ഓരോ ശ്വാസവും എടുക്കാൻ അവർ നടത്തുന്ന കഠിന ശ്രമത്തിൽ ആ നെഞ്ച് ആഞ്ഞുയർന്ന് താഴുന്നുണ്ടായിരുന്നു. നിറമിഴികളോടെ നീരജ അർജുനെ നോക്കി. കാഴ്ച മങ്ങിയിട്ടുണ്ടെങ്കിലും മുന്നിൽ നിൽക്കുന്നത് തൻ്റെ മകനാണെന്ന് തിരിച്ചറിയാൻ ആ അമ്മയ്ക്ക് കണ്ണുകളുടെ സഹായം വേണ്ടായിരുന്നു. അവൻ്റെ പിറകിൽ നിൽക്കുന്നവളിലേക്കും അവരുടെ മിഴികൾ നീങ്ങി. നയന അവരുടെ അരികിലേക്ക് നിന്നു. എൻ്റെ മക്കൾ നന്നായി വരും. വിറക്കുന്ന കൈകൾ ഉയർത്തി അവളുടെ കവിളിൽ തൊടാൻ അവർ ശ്രമിച്ചു. പക്ഷേ പാതി വഴിയിൽ ആ കൈകൾ തളർന്നു വീണു. ശ്വാസതാളം ക്രമാതീതമായി വർദ്ധിച്ചു വന്നു. നയന കരച്ചിലൂടെ അർജുൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവരുടെ മിഴികൾ മേലോട്ട് മറിഞ്ഞു. ഡോക്ടർ ആ ഭാഗത്തേക്ക് ഓടിയെത്തി. മമ്മ പരിചരണങ്ങൾക്കിടയിൽ കിടന്ന് ശ്വാസം മുട്ടുകയാണെന്ന് അർജുന് തോന്നി. കിതപ്പോടെ നെഞ്ച് ഉയരുന്നതിനൊപ്പം ദേഹവും ആ ബെഡിൽ നിന്ന് പൊങ്ങി വന്നു. ശ്വാസം അവിടെ വെച്ചു നിലച്ചു. ഒരു അപ്പൂപ്പൻ താടി പോലെ പിന്നീട് ആ ദേഹം ബെഡിലേക്ക് വീണു. ഡോക്ടർ അർജുൻ്റെ മുഖത്തേക്ക് നോക്കി. മരണത്തിൻ്റെ നേർക്കാഴ്ചയുടെ പകപ്പിലാണവൻ. ഒരു കാഴ്ച കാണാനുള്ള ത്രാണിയില്ലാതെ. നയന അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ച് മുഖം ആ നെഞ്ചിൽ പൂഴ്ത്തിയിരുന്നു. ശ്വാസമെടുത്ത് വലിക്കുന്നതിൻ്റെ ശബ്ദം നിലച്ചതോടെ അവൾ പതിയെ മുഖമുയർത്തി നോക്കി. തലയുടെ മുകളിൽ വെച്ച മെഷീനുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. നേഴ്സ് അവരുടെ നെഞ്ചിൽ പതിപ്പിച്ച വയറുകൾ എടുത്തു മാറ്റി അവരുടെ തുറന്നു കിടന്ന കണ്ണടച്ചു കൊടുക്കാൻ തുനിഞ്ഞതും അർജുൻ അവരെ തടഞ്ഞു. അവൻ ചെന്ന ഇമകൾ അടക്കുന്നത് നിറഞ്ഞ മിഴികളോടെ നയന നോക്കി നിന്നു. കരഞ്ഞു തളർന്ന നയനയെ ചേർത്തു പിടിച്ചു അർജുൻ പുറത്തേക്ക് നടന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് വിരലുകൾ കൊണ്ട് കണ്ണുകൾ അമർത്തിയിരുന്ന നിധ മുഖമുയർത്തി നോക്കി. അവരുടെ വരവിലുണ്ട് നീരജ ഇനിയില്ലെന്ന്. മരണം മുന്നിൽ കണ്ടതിൻ്റെ ആഘാതം രണ്ടുപേരുടെയും മുഖത്ത് കാണാമായിരുന്നു. പോയി കേട്ടോ, ഒരു ചെറു പുഞ്ചിരിയോടെ പറയുന്ന അർജുൻ്റെ തോളിൽ മോഹൻ കൈവച്ചു. ഭിത്തിയിൽ തല ചായ്ച്ചു നിന്ന അരുൺകുമാർ അവർക്ക് മുഖം കൊടുക്കാതെ വിതുമ്പി നിന്നു. നീരജയുടെ ജീവിതത്തിൽ ഒത്തിരി പുരുഷന്മാർ വന്നു ചേർന്നെങ്കിലും അവരെ കടുകുമണിയോളമെങ്കിലും മനസ്സിലാക്കിയത് അരുൺകുമാറായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ ജീവിതം ഇത്ര കാലമെങ്കിലും മുന്നോട്ട് പോയത്. നീരജയുടെ ബോഡി ICUവിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നു.
വെള്ളപ്പുതപ്പാൽ മൂടിയിട്ട അവരുടെ മുഖം നിതക്കും അവിടെ കൂടി നിന്നവർക്കും കാണിച്ചു കൊടുത്തു. ആ സ്ട്രക്ചർ തള്ളുന്നവരുടെ കൂട്ടത്തിൽ അവരും ഉണ്ടായിരുന്നു. ആ നേഴ്സ്. നിങ്ങളുടെ ജീവിതം പിച്ചി ചീന്തിയ സ്ത്രീയുടെ ശരീരമാണിത്. ഇത് കണ്ട് സന്തോഷിച്ചോളൂ. അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് വിജയിക്കട്ടെ. അർജുൻ അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവരുടെ മിഴികൾ നനവറിഞ്ഞു. ഒരാളുടെയും ജീവൻ പോകുന്നത് കാണുമ്പോൾ നിർവൃതി അണയാൻ ഞങ്ങൾ നഴ്സുമാർക്ക് കഴിയില്ല. ജീവൻ രക്ഷിക്കാനേ ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ. മിഴികൾ തുടച്ച് നടന്നകലുമ്പോൾ ദൂരെ നിന്ന് വരുന്ന ആളെ കണ്ട് അവർ നിശ്ചലയായി. ശിവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീയെയും സ്ട്രക്ചറിൽ കിടക്കുന്ന ആ ശരീരത്തെയും അതിനു ചുറ്റും കൂടി നിൽക്കുന്നവരെയും പകപ്പോടെ നോക്കി. നിൽക്കൂ. സ്ട്രക്ചർ അയാൾക്ക് മുമ്പിലെത്തിയപ്പോൾ അർജുൻ പറഞ്ഞു. ഒടുക്കം അവൻ തന്നെ ആ മൃതദേഹത്തിൻ്റെ മുകളിലെ പുതപ്പ് മാറ്റി ശിവനെ കാണിച്ചു. എല്ലാവരും ഒരു നോട്ടമെറിഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നു നീങ്ങി. ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടവനായി ശിവൻ നിന്നു. തോമസ് കസേരയിൽ കയറിയിരുന്നു കാലാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആളാകെ വിറളി പിടിച്ച പോലെയാണ്. അതിനൊന്നും എന്തെങ്കിലും കാരണമുണ്ടാകും. ഇരിക്കാനും നടക്കാനും വയ്യ. ആകെ ഒരു അങ്കലാപ്പ്. സ്വയം ആദി പിടിക്കാൻ മാത്രമല്ല, കൂടെയുള്ളവരെ ആദി പിടിപ്പിക്കാനും തോമസിന് കഴിയും. എന്നാൽ നമ്മൾ ചെയ്തത് വല്ലാത്തൊരു പൊട്ടത്തരമായി പോയി അച്ചായ. ഉമ്മറപ്പടിയിലിരിക്കുന്ന കോശിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കോശി ത്രേസിയെ നോക്കി. പോയിട്ട് ഇത്ര നേരമായിട്ട് അവരുടെ ഒരു വിവരം ഉണ്ടായില്ല. കൊച്ചും വിളിച്ചില്ല. അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ അവർ ഫോണും എടുത്തില്ല. തോമസ് 2 പേരെയും നോക്കിക്കൊണ്ടങ്ങനെ പറഞ്ഞു. നമുക്ക് കുറച്ചു നേരം കൂടെ കാത്തു നോക്കാം തോമസ്, ത്രേസ്യ നയത്തിൽ പറഞ്ഞു. തോമസിൻ്റെ പറച്ചിൽ കേട്ട് അർജുന അവളെ അപായപ്പെടുത്തി കാണുമോ എന്നൊരാശങ്ക അവർക്കും ഉണ്ട് താനും. എന്നാൽ അതങ്ങോട്ട് തുറന്നു പറയാനുള്ള ധൈര്യവുമില്ല. അതിന് കാരണം കോശിയാണ്. ത്രേസ്യക്കറിയാം കോശിക്ക് അർജുനോടുള്ള സ്നേഹം, വിശ്വാസം. നയനയെ അവൻ മിന്നിക്കെട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. വെറുമൊരു മിന്നിൻ്റെ വിശ്വാസത്തിൽ ലോകത്തൊരപ്പനും അമ്മയും സ്വന്തം മകളെ ഒരാണിൻ്റെ കൂടെ പറഞ്ഞയക്കില്ല. ഉറപ്പായും അവർക്ക് ആ ചെറുക്കനിൽ വിശ്വാസമുണ്ടാകും. എനിക്ക് അർജുന വിശ്വാസമാണ്. കോശി മുറ്റത്തേക്ക് മിഴി നീട്ടിയിരുന്നു കൊണ്ട് പറഞ്ഞു. ജനൽ തിണ്ണയിൽ ഇരിക്കുന്ന കോശിയുടെ ഫോൺ റിങ് ചെയ്തതും ത്രേസ്യ അതവിടെ നിന്നും എടുത്തു കൊടുത്തു. കൊച്ചാണല്ലോ. കോശി മുമ്പിൽ നിൽക്കുന്ന 2 പേരെയും നോക്കിക്കൊണ്ട് പറയുകയും ഫോൺ എടുക്കുകയും ചെയ്തു. അവൾ പറഞ്ഞതിനൊക്കെ മൂളുക മാത്രം ചെയ്തുകൊണ്ട് കോശി കോള് കട്ട് ചെയ്തു. എന്നതാ കൊച്ചു പറഞ്ഞത്? അവർ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? ത്രേസ്യ നെഞ്ചിൽ നിന്നും കൈയെടുത്തുകൊണ്ട് കോശിയുടെ അടുത്തേക്ക് ചെന്നു. അർജുൻ്റെ അമ്മ മരിച്ചു. അടക്കം നാളെയാണ്. അവരെല്ലാം ആ വീട്ടിലുണ്ട്. കോശി തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു. വിവരം അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവിടെ വരെ പോകണ്ട അച്ചായ? തോമസിൻ്റെ ചോദ്യമാണ്. ഓടിക്കിതച്ചു ചെല്ലാൻ മാത്രമുള്ള ദൂരമാണോ ഉള്ളത്? ആർക്കാ നേരെ വഴി അറിയുന്നത്? ഒന്നും വേണ്ട, എല്ലാം അതിൻ്റെ മുറക്ക് നടന്നോളും. തിരിഞ്ഞു നോക്കാതെ മറുപടി കൊടുത്തുകൊണ്ട് കോശി മുറിയിലേക്ക് പോയി. രാത്രി 12 മണിയോടെ നീരജയുടെ മൃതദേഹം ഹോസ്പിറ്റലിൽ നിന്നും ആംബുലൻസിൽ കൊണ്ടുപോയി. അരുൺകുമാറും നീരജയും താമസിച്ചിരുന്ന വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ആദ്യം തീരുമാനിച്ചെങ്കിലും അർജുൻ വാങ്ങി അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ഉറപ്പിച്ചു. രാവിലെ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തത് അർജുനാണ്. പൂജാരി ഉരുവിടുന്ന മന്ത്രങ്ങൾ ഏറ്റുചൊല്ലി അവൻ ആ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് നയന നിറമിഴികളാൽ നോക്കി നിന്നു. ജനരോരം വന്നു നിൽക്കുന്ന നയനയുടെ പിറകിൽ മുഖം വെച്ച് അവൻ ഏങ്ങിക്കരഞ്ഞു. നയന, എൻ്റെ മമ്മയ്ക്ക് എന്നെ സ്നേഹിച്ചുകൂടായിരുന്നോ? എന്നെ ചേർത്ത് നിർത്തിക്കൂടായിരുന്നോ? അവൻ്റെ ദുഃഖങ്ങൾ കണ്ണീർ കടലായി ഒഴുകിത്തീരട്ടെ എന്നവളും ആഗ്രഹിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നവനെ നെഞ്ചിലേക്ക് കിടത്തി. പുറത്തുനിന്ന് കതകിൽ ആരോ തട്ടുന്നത് കേട്ട് അവളുടെ നെഞ്ചിൽ കിടന്നു മയങ്ങിപ്പോയവൻ ഞെട്ടി ഉണർന്നു. കരഞ്ഞു തളർന്നവൻ്റെ കണ്ണുകൾ എപ്പോഴോ മൂടുന്നത് അവളും കണ്ടതാണ്. ഉറങ്ങട്ടെ എന്ന് അവളും കരുതി പതിയെ ആ ബെഡിൽ അവനെ കിടത്തി കൊടുത്തതാണ്. നയന വാതിൽ തുറന്നപ്പോൾ അരുൺകുമാറാണ്. അർജുൻ? അയാൾ അവളോട് ചോദിച്ചു. അപ്പോഴേക്കും അർജുൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നിട്ടുണ്ട്. അരുൺകുമാർ ഒന്ന് പരുങ്ങിക്കൊണ്ട് മനസ്സാ നിർഭയമായി അവൻ്റെ ബെഡിൽ വന്നിരുന്നു. അയാളെ കണ്ടതും അവൻ്റെ കണ്ണുകളെ മൂടിയ നിദ്ര എങ്ങോ വിട്ടകന്നു. എന്തോ പറയാൻ ഉറപ്പിച്ചുകൊണ്ട് ഇരുവരും പരസ്പരം നോക്കി.
തുടരും. അടുത്ത ഭാഗം ഉടനെ തരാം കേട്ടോ.